Good morning to all. Sorry, good afternoon to all. Good afternoon, ma'am. Good afternoon. Okay, start with prayer, thought of today, and sign. Prayer. Almighty God, make me an instrument of your peace. Where there is hatred, let me sow love. Where there is injury, pardon. Where there is doubt, faith. Where there is despair, hope. And where there is sadness, joy. O Divine Master, grant that I may not so much seek to be consoled as to console, to be understood as to understand, to be loved as to love. For it is in giving that we receive, it is in pardoning that we are pardoned, and it is in dying that we are born to eternal life. Almighty God, bless our college, the management, teaching and non-teaching staff, students, parents, and all who enter this temple of wisdom. Shower your grace on us that we grow in knowledge and wisdom, societal responsibility, and concern for the poor and the marginalized. Okay, and then Sign in. I warmly welcome our beloved Ashwati ma'am and all our Montessori friends to today's class. I hope everyone learns and listens beautifully in today's class. Again, I welcome all of you and wish you a wonderful day. Thank you. okay. Thought. Nothing is impossible. The word itself says, I am possible. I repeat, nothing is impossible. The word itself says, I am possible. Okay. എല്ലാവരും ലഞ്ച് കഴിച്ചോ? കഴിച്ചോ? എന്താണ് ആക്റ്റീവ് ആണ് എല്ലാവരും? കഴിച്ചിട്ടില്ല. ഓക്കെ, ആക്റ്റീവ് ആണോ? ആക്റ്റീവ് അല്ലേ? എന്താണ് മിണ്ടാത്തെ? റെസ്പോണ്ട് ചെയ്യൂ, സംസാരിക്കൂ. സ്ട്രെങ്ത് കുറവാണല്ലോ ക്ലാസ്സിൽ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് പോർഷൻ ആണ് എടുത്തുകൊണ്ടിരുന്നത്? ടോപ്പിക് ആയിരുന്നു അത് ഓക്കെ, അല്ലാതെ ഏത് പോർഷൻ ആയിരുന്നു? On. Preposition on. പ്രിപ്പോസിഷൻ ഓൺ ആയിരുന്നു. യെസ്, ഇന്നും കഴിഞ്ഞു, ഓണും കഴിഞ്ഞു അല്ലെ. ഇനി നെക്സ്റ്റ് പ്രിപ്പോസിഷൻ ഏതാട്ടോ? നോട്ട്ബുക്ക് എടുക്കാം ആൻഡ് റൈറ്റ് ഡൗൺ ദ ഹെഡിങ്. പ്രിപ്പോസിഷൻ അറ്റ്. അറ്റ് നമ്മൾ എവിടേക്കാ യൂസ് ചെയ്യാം? Time പറയുമ്പോ പ്ലേസ് പറ്റ് ഹോം എന്ന് പറയല്ലേ. ഓക്കെ, ടൈം ദെൻ പ്ലേസ് അല്ലെ. പ്ലേസ് പറയാൻ യൂസ് ചെയ്യാറുണ്ടോ? മറ്റു യൂസ് ചെയ്യാറുണ്ടോ പ്ലേസ് പറയാൻ? ഓക്കെ, അപ്പൊ എഴുതിക്കോട്ടോ, ഒരു പോയിന്റ് ആയിട്ട് എഴുതാം. ഫസ്റ്റ് ടൈം. Time, night or midnight. Then place. The holidays. Then time, night, place and holiday. Okay, ഇത്രയും പ്ലേസസിലാണ് നമ്മുടെ അറ്റ് അല്ലെ പ്രപ്പോസിഷൻ അറ്റ് മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? Okay, then write down the example. An example എഴുതാം. I always go to school at
9 a.m. I always go to school at 9 a.m. I usually study at the library. അതായത് നമ്മളൊരു സമയം അറിയുള്ളൂ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. നമ്മള് പ്രപ്പോസിഷൻ അറ്റാണ്. ഓക്കെ, ഇൻ ഓൺ അറ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോ ഇൻ ഓൺ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ എടുക്കുന്നത് അറ്റാണ് കേട്ടോ. അറ്റിന്റെ പോയിന്റ്സ് എഴുതി വെക്കാം. ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. ടൈം, നൈറ്റ്, മിഡ് നൈറ്റ്, പ്ലേസ്, ഹോളിഡേ. ഓക്കെ, ഇത്രയും കേസിലാണ് നമ്മൾ അറ്റ് പ്രപ്പോസിഷൻ യൂസ് ചെയ്യാറ്. സോ അതായത് ഇപ്പോ ടൈം എന്ന് പറയുമ്പോൾ ഒരു എക്സാക്ട് ടൈം ആയിരിക്കണം. ഓക്കെ, നമ്മൾ കറക്റ്റ് ആ ഒരു ടൈം തന്നെ ആയിരിക്കണം പറയേണ്ടത്. അല്ലാതെ ഒരു 10 മണിയോട് കൂടി അല്ലെങ്കിൽ ഒരു 11 മണിയോട് കൂടി എന്നൊന്നും പറയാൻ പാടില്ല. കറക്റ്റ് ഒരു ടൈം പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് അറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലാതെ വെറുതെ അറ്റ് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അത് ഇപ്പോ ഞാൻ ഒരു 11 മണിയോട് കൂടി എത്തും എന്നാണെങ്കിൽ ഒരിക്കലും അറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. അത് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ക്ലിയർ? കറക്റ്റ് ടൈം, എക്സാക്ട് ഒരു ടൈം ആണെങ്കിൽ മാത്രം നമുക്ക് അറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് എക്സാമ്പിൾ ഐ ഓൾവേസ് ഗോ ടു സ്കൂൾ അറ്റ് 9 a.m. എന്ന് പറഞ്ഞത്. ഓക്കെ, ദെൻ നമ്മള് നേരത്തെ നോക്കി മോർണിംഗ്, ഈവനിങ്, ആഫ്റ്റർനൂൺ ഒക്കെ പറഞ്ഞിട്ട് ഇന്നാണ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലെ. ഇൻ ദ മോർണിംഗ്, ഇൻ ദ ആഫ്റ്റർനൂൺ എന്ന് പറയണം. ഇവിടെ നൈറ്റ് പറയുമ്പോൾ നമ്മൾ അറ്റാണ് യൂസ് ചെയ്യേണ്ടത്. നൈറ്റ് എന്നാ പറയേണ്ടത്. ഓക്കെ, സോ ഇതാണ് സെക്കൻഡ് പോയിന്റ് അല്ലെ, നൈറ്റ്. ദെൻ പിന്നെന്താണ്? പ്ലേസ് അല്ലെ. കറക്റ്റ് ഒരു എക്സാക്ട് പ്ലേസ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ എന്താ ഈ പറയുന്ന അറ്റ് പ്രപ്പോസിഷൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ എല്ലാ പ്ലേസിലും നമ്മൾ അറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. ക്ലിയർ? ഇപ്പൊ നിങ്ങൾ എവിടെയാണ് പറയൂ. ഇപ്പൊ നിങ്ങൾ എവിടെയാണ്? At home. Home. At home. Yes, correct. At home. അപ്പോ നമ്മൾ എവിടെയാണോ എക്സാക്ട്ലി നമ്മൾ എവിടെയാണോ അവിടെ പറയാനായിട്ട് നമ്മൾ അറ്റാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങൾ ബസ് സ്റ്റോപ്പ് ആയിക്കോട്ടെ, റെയിൽവേ സ്റ്റേഷൻ ആയിക്കോട്ടെ, എവിടെയെങ്കിലും ആയിക്കോട്ടെ, സ്കൂൾ ആയിക്കോട്ടെ, കോളേജ് ആയിക്കോട്ടെ, കറന്റ് നിങ്ങൾ എവിടെയാണോ അവിടെ അല്ലെ, അത് പറയണമെങ്കിൽ നമ്മൾ അറ്റ് യൂസ് ചെയ്യണം. അതുകൊണ്ടാണ് പ്ലേസിൽ അറ്റ് യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പോ നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ സ്ഥലത്തിന്റെ പേരാണ് പറയുന്നതെങ്കിൽ ഒരു കാരണവശാലും അറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? ഇപ്പൊ ഞാൻ പറയാണ് ഞാൻ എറണാകുളത്താണ്, ഐ മീൻ എറണാകുളം. അപ്പൊ ചോദിക്കാണ് എറണാകുളത്ത് എവിടെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ പറയാം ഐ ആം അറ്റ് നോർത്ത് പറവൂർ ഇൻ എറണാകുളം എന്ന് പറയാം. മനസ്സിലായോ? എറണാകുളത്ത് പറവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ ആ അങ്ങനെ പ്ലേസ് പറയുമ്പോൾ നമുക്ക് അറ്റ് യൂസ് ചെയ്യാം. അല്ലാതെ നിങ്ങളിപ്പോ എവിടെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ ബസ് സ്റ്റോപ്പിലാണെങ്കിൽ ബസ് സ്റ്റോപ്പ് ഇൻ പറവൂർ, പറവൂരിൽ ഒരു ബസ് സ്റ്റോപ്പിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇന്നും പ്ലേസിന്റെ അവിടെ ഇന്നും യൂസ് ചെയ്യാൻ പറ്റും, അറ്റ് യൂസ് ചെയ്യാൻ പറ്റും. എക്സാക്ട് കറക്റ്റ് ലൊക്കേഷൻ ആണ് പറയുന്നതെങ്കിൽ നമ്മൾ അറ്റ് യൂസ് ചെയ്യണം. അല്ലാതെ നോർമലി നമ്മൾ പ്ലേസ് പറയുകയാണെങ്കിൽ മാത്രമാണ് ഇന്ന് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ കറക്റ്റ് ക്ലിയർ ആയോ? പ്ലേസിന്റെ കാര്യത്തിൽ മനസ്സിലായോ? കൺഫ്യൂഷൻ ഒന്നും വേണ്ട കേട്ടോ. ഇനി എന്താണ് ഹോളിഡേസ്? ചോദിച്ചോ? മിസ് ഒന്നും കൂടി പറയോ? ഇപ്പഴാ ജോയിൻ ചെയ്യാൻ പറ്റിയത്. ഓക്കെ, പറയാം കേട്ടോ. നമ്മളിപ്പോ പ്രപ്പോസിഷൻ അറ്റ് ആണ് എടുത്തത്. അറ്റ് നമ്മള് യൂസ് ചെയ്യേണ്ട എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാല് ടൈം, നൈറ്റ്, പ്ലേസ്, ഹോളിഡേസ്. അതിലൊരു കറക്റ്റ് ടൈം പറയാൻ നമ്മള് അറ്റാണ് യൂസ് ചെയ്യുക. അതുപോലെ നൈറ്റ്, ഞാൻ രാത്രി അല്ലെ, രാത്രിയെ കുറിച്ച് പറയണമെങ്കിൽ നമ്മൾ അറ്റാണ് യൂസ് ചെയ്യുക. ഇൻ ദ മോർണിംഗ്, ഇൻ ദ ഈവനിങ് എന്നൊക്കെ പറഞ്ഞ പോലെ അറ്റ് നൈറ്റ് എന്നാ പറയാം കേട്ടോ.
അതേപോലെ തന്നെ പ്ലേസ് നമ്മൾ കറക്റ്റ്ലി എവിടെയാണോ കറന്റ് ലൊക്കേഷൻ എവിടെയാണോ അവിടെ പറയാൻ വേണ്ടി മാത്രമാണ് അറ്റ് യൂസ് ചെയ്യുക. അല്ലാതെ എല്ലാ പ്ലേസിന്റെ എവിടെയും കൊണ്ടിട്ട് അറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങളിപ്പോ എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോ ദുബായിലാണ്, എന്റെ ഹസ്ബൻഡ് ദുബായിലാണ് അല്ലെ, ഹസ്ബൻഡ് ഇസ് ഇൻ ദുബായ് എന്ന് പറയാം. ഓക്കെ, ദുബായിലാണ്. അപ്പൊ നിങ്ങൾ ചോദ്യം ദുബായിൽ എവിടെയാണെന്ന് ചോദിച്ചാല് ദുബായില് ഫുജൈറ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോ ഫുജൈറയിൽ വെച്ചാണ് നമ്മൾ ചോദിക്കുന്നെങ്കിൽ ഫുജൈറയിൽ നീ എവിടെയാണെന്നുള്ള ചോദ്യത്തിലാണെങ്കിൽ ആ കറക്റ്റ് ആ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തിട്ട് ഇൻ ഫുജൈറ എന്ന് പറയാം. മനസ്സിലായോ? അങ്ങനെയാണ് അറ്റും ഇന്നും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഹോളിഡേയ്സ് ആണെങ്കിൽ നമ്മൾ ഓൺ പറഞ്ഞു അല്ല, ഓൺ പറഞ്ഞപ്പോ ഹോളിഡേയിലുള്ള ഓൺ യൂസ് ചെയ്യാം, ഡേ ഉള്ളത് കൊണ്ട് ഓൺ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ വി വിൽ മീറ്റ് ഓൺ ക്രിസ്മസ് ഡേ. ക്രിസ്മസ് ഡേയിൽ മീറ്റ് ചെയ്യാം. ആ ഡേ ഇവിടെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓൺ വന്നത്. അല്ലാതെ നമ്മൾ പറയുകയാണ് വി വിൽ മീറ്റ് അറ്റ് ക്രിസ്മസ് ഡേ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ക്രിസ്മസിന് മീറ്റ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, ക്രിസ്മസിന് മീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ക്രിസ്മസിന്റെ അന്ന് തന്നെ മീറ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ആ ഡ്യൂറിംഗ് പീരീഡില് അല്ലെ, ആ ഒരു ഡ്യൂറിംഗ് പീരീഡിൽ മീറ്റ് ചെയ്യാം എന്നാണ് അവിടെ സൂചിപ്പിച്ചത്. അല്ലാതെ ഒരു എക്സാക്ട് ഡേറ്റ് അല്ല പറഞ്ഞത്. ഓക്കെ, വി വിൽ മീറ്റ് ഓൺ ഓണം, ഓണം ഡേ, ഓണത്തിന്റെ ദിവസം തിരുവോണം എന്ന് പറയുകയാണെങ്കിൽ തിരുവോണത്തിന്റെ അന്ന് മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. ഓൺ യൂസ് ചെയ്ത് കൊണ്ട് ആ ഒരു ഡേ ഇവിടെ മെൻഷൻ ചെയ്തു, അതുകൊണ്ട് അന്ന് മീറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ പറയാണ് വി വിൽ മീറ്റ് അറ്റ് ഓണം എന്ന് പറയുകയാണെങ്കിൽ ഓണത്തിന്റെ ഏതെങ്കിലും ഒരു ദിവസം മീറ്റ് ചെയ്യാം എന്നാണ്. മനസ്സിലായോ? അപ്പൊ അറ്റും ഓണം ഹോളിഡേയിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് മനസ്സിലായോ? ക്ലിയർ ആയോ? ഇനി കുറച്ച് എക്സാമ്പിൾസ് എഴുതിക്കൊണ്ടോ. 2 എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി എഴുതി. I always go to school at 9 a.m. and the second example, I usually study at the library. അല്ലെ, കറക്റ്റ് ലൊക്കേഷൻ ആയതുകൊണ്ടാണ് അറ്റ് ലൈബ്രറി എന്ന് നമ്മൾ യൂസ് ചെയ്തത് കേട്ടോ. ഇനി നമ്മള് ഏതെങ്കിലും ഒരു പോയിന്റില് ഒന്നിനെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുമ്പോ നമ്മള് ഈ പറയുന്ന preposition at ആണ് യൂസ് ചെയ്യുന്നത്. My sister looked at this looked up ഉണ്ട് കേട്ടോ. My sister looked up at the sky. Looked up at the sky. എന്റെ സിസ്റ്റർ സ്കൈയിലേക്ക് നോക്കുകയായിരുന്നു. ഒന്നിനെ പോയിന്റ് ഔട്ട് ചെയ്ത് നോക്കുകയാണ് അല്ലെ. സോ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുമ്പോൾ നമ്മള് അറ്റാണ് യൂസ് ചെയ്യുക. She laughed at me. She laughed at me എന്ന് പറയുമ്പോൾ അവൾ എന്നെ നോക്കി ചിരിച്ചു. At me, എന്നെ നോക്കി ചിരിച്ചു. മനസ്സിലായോ? പോയിന്റ് ഔട്ട് ചെയ്ത് പറയുമ്പോൾ അറ്റാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. Next example, I often go to bed at midnight. She was at home. She was at home. എന്നിട്ട് ബസ് സ്റ്റോപ്പ് പറയാം, എന്നിട്ട് ഹോസ്റ്റലിൽ പറയാം, എവിടെയാണെങ്കിലും പറയാം കേട്ടോ. അച്ഛ നമ്മൾ എവിടെ ആയിരിക്കണം, അവിടെ ആണെങ്കിൽ മാത്രമേ പറയാൻ പറ്റൂ അടുത്ത് വെച്ചിട്ടോ. അത് ബസ് സ്റ്റോപ്പ് അച്ഛ ഹോസ്റ്റൽ എവിടെയും പറയാം. ഇനി അച്ഛന് വേറൊരു മീനിങ് കൂടെ ഉണ്ടോ. She sat at the table. She sat at the table എന്ന് പറയുമ്പോ അവൾ ടേബിളിന് അടുത്ത് വന്നിരുന്നു എന്നാണ് കേട്ടോ. അപ്പോ അച്ഛന് അരികെ എന്നൊരു മീനിങ് കൂടി ഉണ്ട്, അതൊന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. She sat at the table, നിയർ ഓബിസൈഡ് ഒക്കെ യൂസ് ചെയ്യാം. സോ ഈ ഒരു മീനിങ്ങും കൂടെ ഇവിടെ അറ്റ് എന്ന് പറയുന്ന preposition ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, മനസ്സിലായല്ലോ? കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് എല്ലാവരും. എന്താണ് മഞ്ജു എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോ? ഓക്കെ,
അപ്പൊ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യൂ എല്ലാവരും കേട്ടോ. പ്രിപ്പോസിഷൻ അറ്റ് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ടെക്സ്റ്റിൽ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അറ്റ് ഡൗൺ, at noon, at sunset, at dusk, at night, at midnight, at the end of the book, at the beginning of the meeting. ഇങ്ങനെയൊക്കെ പറയാട്ടോ. ഹോളിഡേയില് at Christmas, at the New Year, at Ramzan, at Vishu, കണ്ടോ, at the weekend, at dinner time, at the bed time, ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. Okay, so let's make examples with the use of preposition at. Okay, ഒരു 5 എക്സാമ്പിൾസ് മിനിമം ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഒരു ഡൗട്ട് ചോദിക്കട്ടെ മാം. മാം ഹലോ. പറയൂ പ്രസീത. യെസ് മാം. മാം നമ്മളിപ്പോ നിയർ എന്നും പറയാറില്ലേ മാം? നിയറും അറ്റിനും സെയിം മീനിങ് ആയിട്ടാണ് മാം പറയാറ് ചിലപ്പോഴൊക്കെ അല്ലെ? ചില സമയങ്ങളില് ചില സിറ്റുവേഷൻസിൽ സെയിം മീനിങ് ആയിട്ട് പറയാറുണ്ട് കേട്ടോ. അത് ആ സെന്റൻസിന്റെ മീനിങ് പോലെ ഇരിക്കും കേട്ടോ. ഇപ്പൊ ഷീ സാറ്റ് അറ്റ് മീ എന്ന് പറഞ്ഞാല് അവിടെ അറ്റ് മീ ആണ് അല്ലെ, എന്റെ അടുത്ത് വന്നിരുന്നു എന്നൊരു മീനിങ്ങിലാണ് അവിടെ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ ഓക്കെ. ഓക്കെ, എക്സാമ്പിൾസ് നോക്കാം. ദൃശ്യ, he's sleeping at home. Yeah. The football game is at the stadium. We are sitting at the cafe. We met at the park. Waiting at the stop. Yeah, okay. Aishwarya usually study at library. Then the example ആണല്ലോ. We will meet at our vacation. My son looked at the sky, stars. He was at the park. I often go to bed at 12 p.m. Teacher laughed at me. She was at school. Yeah. We met at the park. Okay. I'm looking at the picture. We will meet at the park. He's walking at the office. The train arrives at 5 o'clock.
She is good at tennis. The program starts at night. The class starts at 9:30 p.m. We will meet at the hotel. She looked up the board. We like to travel at night. He will come on vacation. She's at school. We will meet at 3 o'clock. He stood at the door. I'm good at drawing. Yeah. The bus leaves at 3 p.m. He called me at night. We will meet at sunrise. He's sitting at the desk. Today's meeting will start at 2:30 p.m. Children are at the classroom. She said the secret at me. To me, I'm not sure better. She reached at the night. We will meet at the Ramsa. I will see you at the party. She's working at home today. The children are playing at the park. We will eat dinner at 7 p.m. She's waiting at the bus stop. We met at the restaurant. The party starts at 8 p.m. She looked at the painting for hours. She laughed at the job. I'm reading at the end of the year. End of your day. End of your day. End of the year. I'm reading at the end of your day. You will come again my house at Ramzan and I sleep at noon and the online class starts at 1:30 p.m. I reach at the store. I'm at the home. I'm at home. The home and I'm at home. The shop at closed at 10 o'clock. I'm at the bus stop. I get up at 7 a.m. Correct. Okay, അപ്പോൾ ബാക്കിയുള്ള കൂടെ ടെക്സ്റ്റ് ചെയ്യും കേട്ടോ. Okay, next is Sridhi. The class will start at 10 o'clock. He shouted at me. We are sitting in the park. We will meet at the college. She's at the office. Okay. I live at home. I got the best at the best. The turn down. We will come at Christmas vacation. Okay. I always come to home at 4 p.m. My sister see at the moon in the sky. See means okay എന്നാണോ? Okay എന്നാണെങ്കിൽ look ആണ് കുറച്ച് better. നോക്കുക എന്നാണ് വേണ്ടത് കേട്ടോ. We will meet at a Christmas vacation. I'm waiting at the bus stop. I will visit your home once at Vishu. We reached our house at midnight. I kept your bed at dusk. I like to read horror stories at the bedtime. We went to the seashore at sunset. The meeting is at 3 p.m. The children are playing at the park. Look at the top of the page. They arrived at midnight. She's waiting at the bus stop. I always go to bed at 10 p.m. We will meet at the New Year Day. We will meet at the New Year Day. Day പറയില്ല കേട്ടോ. Day അവിടെ മെൻഷൻ ചെയ്യാൻ പാടില്ല കേട്ടോ. Mistake ആണ്. Day മെൻഷൻ ചെയ്യുമ്പോൾ നമുക്ക് on യൂസ് ചെയ്യേണ്ടി വരും. Then she is waiting at a railway station. The party will start at midnight. I will call you at 6 o'clock. I look at the board. She smiled at me. He is shouting at her. The teacher is looking at you.
The Montessori class started at 1:30 p.m. next December month at Christmas. So I like to bike. I like to travel at night. That's fine. Yeah, perfect. Okay. Clear? അപ്പൊ എല്ലാവർക്കും മനസ്സിലായോ? ഒറ്റയ്ക്കിനെ യൂസ് ചെയ്യേണ്ടത് മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് പ്രസന്റ് ചെയ്ത് എല്ലാവരും പ്രസന്റ് ചെയ്യട്ടോ. എക്സാമ്പിൾസ് എല്ലാം ഓക്കെയാണ്. പ്രസന്റ് ചെയ്തേ. ആരൊക്കെ പ്രസന്റ് ചെയ്യാ? ടെക്സ്റ്റ് ചെയ്തിട്ടോ, പേര് ടെക്സ്റ്റ് ചെയ്യൂട്ടോ. മഞ്ജു എഴുതിയ മിസ്റ്റേക്ക്. My sister see at the moon in the sky. Looked up. Look കൊടുക്കും. നോക്കുക. അതാണ് കുറച്ച് ബെറ്റർ. My sister look up at the moon in the sky. എന്നാണ് കുഴപ്പമില്ല. ഓക്കെ, നോക്കുക എന്നാണ്. ഓക്കെ, പ്രസന്റ് ചെയ്യാട്ടോ. മിസ് എഴുതിയത് വായിച്ചാ മതിയാ? വായിക്കും. I wake up at 6:30 a.m. I am going at temple. I looked at train. തെറ്റുണ്ടെങ്കിൽ പറയണോട്ടോ മിസ്സേ. My children look at mobile phone her free time. Today evening at 7 o'clock my second batch yoga class ceremony. കറക്റ്റ് ആണോ മിസ്സേ? തെറ്റാണ്. അതെങ്ങനെ എഴുതും മിസ്സേ? ഇന്ന് വൈകുന്നേരം എന്റെ യോഗ ക്ലാസിന്റെ സെറിമണി എന്ന് പറഞ്ഞാൽ സെൻഡ് ഓഫ് ആണ്. അത് എങ്ങനെ അറ്റിൽ എഴുതാൻ പറ്റുമോ? അച്ഛൻ എഴുതാൻ പറ്റില്ലല്ലോ. ഈവനിങ് ആയതുകൊണ്ട് അവിടെ ഇന്നല്ലേ യൂസ് ചെയ്യണ്ടേ? അച്ഛൻ വരുന്നില്ലല്ലോ. ഓക്കെ മിസ്. സെക്കൻഡ് എക്സാമ്പിൾ വായിച്ചേ. സെക്കൻഡ് വൺ. I am going at temple. കോന്നിച്ചു ടെമ്പിൾ പോരെ, ഇതിന് അച്ഛൻ ചേർക്കാമെന്നോട് എല്ലായിടത്തും അറ്റേർ. തോന്നിയ ഞാൻ പറഞ്ഞില്ല. ഓക്കെ മിസ്. അടുത്ത വായിക്കട്ടെ, 6th one വായിക്കട്ടെ. Yesterday we are going at temple. അവിടെ 2 ആണോ? ചൂല്ലേ കോട്ടേക്കാണ് പോകുന്നേ. ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ 2 ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ മിസ്, ഞാൻ എപ്പോഴും അങ്ങനെ പറയാറുണ്ടായിരുന്നത്. കൊള്ളാം. We are waiting at Tripunithura temple. ഓക്കെ. I am looking at very beautiful. മിസ് ശരിയാണോ? ബ്യൂട്ടിഫുൾ. No, I am looking very beautiful. അവിടെ പ്രപ്പോസിഷൻ ആവശ്യമില്ല. അറ്റേ വേണ്ടേ? അച്ഛേ വേണ്ട. I am living at Maradu. മരടല്ലേ? മരടു എന്നും പറയാം. നമ്മൾ ലിവിങ് കൊടുക്കട്ടെ. ലീവ് അറ്റ് അല്ലേ? ലിവ് അച്ച് വേണ്ട, ലിവിങ് ആണ്. അച്ച് വേണ്ട. ഇതിന് എക്സാക്ട് പ്ലേസ് അല്ലല്ലോ. മരടില് എവിടെയാ താമസിക്കുന്നത്? മരടില് വേറെ വഴിയുണ്ട്. വേറെ വഴിയുണ്ട്. അപ്പൊ ഇന്ന് മതി, അച്ച് വേണ്ട. അല്ലേ? ഓക്കെ മിസ്. I am so happy join at Montessori class. ശരിയായില്ലേ? I am so happy join at Montessori class. അവിടെ അറ്റിന്റെ ആവശ്യമില്ല. I am so happy when I joined in the class. I Montessori class. Join in the class. സോറി മിസ്, ഞാൻ ധൃതി പിടിച്ച് ഇങ്ങനെ ഒക്കെ എഴുതിയതാ. 10 എഴുതണം എന്ന് പറഞ്ഞു. അതെ, 10 ഞാൻ പറഞ്ഞില്ല, 5 ഞാൻ എപ്പോഴും 10 പറയാറുണ്ട് മിസ്. എപ്പോഴും 10 പറഞ്ഞുകൊണ്ട് ജ്യോതി സോറി മഞ്ജു 10 എഴുതി. കുഴപ്പമില്ല, എന്നാൽ എഴുതിയല്ലോ, ട്രൈ ചെയ്തല്ലോ. മിസ് ഇപ്പൊ ഓരോന്ന് തിരിച്ചുകൊണ്ട് ഇനിമേല് അങ്ങനെ പറയത്തില്ല, ഓരോന്നും കറക്റ്റായിട്ട് പറയാം. അതിന് ചിലയിടത്തൊന്നും അച്ഛ വേണ്ട. ഓക്കെ മിസ്, അത് ഞാനിപ്പോ സ്വയം ഇങ്ങനെ ഓർത്തിങ്ങനെ ഓരോന്ന് പെട്ടെന്ന് എഴുതി ഇട്ടതാ. അതെ, ഇരിക്കുമ്പോ ലൈറ്റിന്റെ അവിടെ വന്നിരിക്കരുത് കേട്ടോ. ക്യാമറ ഓൺ ചെയ്യുമ്പോ ബാക്കിൽ ലൈറ്റ് വരുമ്പോ കാണാനേ പറ്റുന്നില്ല. ലൈറ്റ് അടിക്കും. ഓക്കെ മിസ്, ലൈറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? അനുഷ. I woke up at 6 a.m. in the morning. Okay, the morning. I usually meet my friends at the night. I am at office. I like long drive at midnight. Okay, I always go to school at 10 a.m. My son looked up at the star. We will meet at the hotel. I like to travel at night. We will eat dinner at 10 p.m. We will come out on vacation. We will come to your house at Ramzan. The program starts at Wednesday. No. Day കൂടെ നമ്മള് അച്ഛ യൂസ് ചെയ്യില്ല കേട്ടോ. ഓൺ ആണേ.
മിസ്റ്റേക്ക് ആണേ. I'm at the home. I'm at the home ഇല്ല, I'm at home. ദാ വേണ്ട, അവിടെ ആർട്ടിക്കിൾ ആവശ്യമില്ല. We will eat dinner at 8 p.m. She is working at home. The class starts at 1:30 p.m. Yeah, correct. Okay. ഇനി പ്രസന്റ് ചെയ്യാം. ഓൺ എവിടേക്ക് യൂസ് ചെയ്യണം? ഓക്കെ, പ്രസന്റ് ചെയ്തേ. ഇൻ ഓർ അറ്റ്, ഈ മൂന്ന് പ്രപ്പോസിഷനും പ്രസന്റ് ചെയ്യും. ഓക്കെ, മൂന്നും അത്രയും ഇമ്പോർട്ടന്റ് ആണ്. സോ മൂന്ന് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് പ്രസന്റ് ചെയ്തേ പറ്റും. എല്ലാത്തിനും ടെക്സ്റ്റ് യുവർ പെട്ടെന്നില്ല മഞ്ജു പറയേണ്ടി വരും. മുഖം കണ്ടാൽ അറിയാം, കാര്യമായിട്ട് ഒന്നും അറിയില്ല. എക്സാമിന് എല്ലാം തെറ്റിപ്പോയി മിസ്, ഞാൻ എഴുതിയിട്ട്. വെരി ഗുഡ്. ഓക്കെ, പേര് ടെക്സ്റ്റ് ചെയ്ത് എല്ലാവരും, അല്ലെങ്കിൽ എല്ലാവരും വിളിക്കൂട്ടോ. ജസ്റ്റ് വെയിറ്റ് സെക്കൻഡ്, ഐ വിൽ ബി ബാക്ക്. മിസ് ഇപ്പൊ ഇനി ഓണ് അറ്റ് വെച്ച് എഴുതാനാണ് പറയണ. ഓരോന്ന് പറയണോ? ഓക്കെ, മഞ്ജു എന്ത് ചോദിച്ചല്ലോ? ഞാനിപ്പോ വരാന്നും പറഞ്ഞല്ലേ പോയത്. അപ്പൊ എന്നോട് എന്തോ ചോദിച്ചു, അറിയോ? എന്താ ചോദിച്ചേ? ഞാൻ കേട്ടില്ല. ഇനി ഓണം അറ്റം വെച്ച് എഴുതാനല്ലേ, ഓരോന്ന് പറയാനല്ലേ? പ്രസന്റ് ചെയ്യണം. ഇന്ന് എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത്, ഓൺ എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത്, അച്ഛ എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് ജസ്റ്റ് ഒന്ന് ക്ലാസ് എടുക്കുന്ന പോലെ ഒന്ന് പ്രസന്റ് ചെയ്യുക. അത്രയോ സിമ്പിൾ ആണ്. പേര് ആരും ടെക്സ്റ്റ് ചെയ്തില്ലല്ലോ? വെരി ഗുഡ്. ഞാൻ എല്ലാവരെയും വിളിക്കാം കേട്ടോ. ഫസ്റ്റ് വിദ്യ പറയൂ. എല്ലാം കൂടെ കമ്പയർ ചെയ്ത് കണക്ട് ചെയ്ത് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് പറയൂ കേട്ടോ. വിദ്യക്ക് എന്താണോ മനസ്സിലായത് അതൊന്ന് പ്രസന്റ് ചെയ്യാം. ഓക്കെ, വിദ്യ ക്ലാസ്സിലുണ്ടോ? 2 വിദ്യ സെൽവരാജ്. ഓക്കെ, പ്രസീത പറയൂ. പേര് ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ, അല്ലെങ്കിൽ എല്ലാവരും ഞാൻ വിളിക്കും. ഓക്കെ, In preposition we usually use in the places place, month, year, week, season, morning, afternoon, evening, and in enclosed space. Example for place: I met him in London. For the example month, we will meet you in January. She came to my house in 1962. Then week, she'll be here in Tuesday. Season, I went to Malaysia in winter season. I wake up in the morning. I cook in the afternoon. I drink tea in the evening. Example for enclosed space: I kept my bangles in a box. And for the example for small vehicle: yesterday we traveled in a car. On preposition usually used in the places
days, date, large vehicles, surface, media. Example for days. She watched a movie on Monday. Date. We reached there on 31st July. I am on the train. I kept my pen on the book. We watched a comedy show on Asianet. Then the preposition at we usually used to mention exact time at midnight and night in the places of holidays. Example for exact time, I usually wake up at 6 a.m. in the morning. At midnight, I like to listen music at night. For holidays, she met me. She said she will come on Thiruvonam Day. Then to point out a particular place or person, she stared at me. Okay, ma'am. ഓക്കെ ഓക്കെ പ്രസീത ക്ലിയർ ആണോ? ഡൗട്ട് ഉള്ള പോലെ പറയുന്ന പോലെ തോന്നുന്നു. ആണോ? ക്ലിയർ ആണോ? ഇല്ല, ഇങ്ങനെ എക്സാമ്പിൾ ക്ലിയർ ആണ് മാം. എക്സാമ്പിൾ ഇങ്ങനെ ഓർക്കുമ്പോ ഒരു സ്റ്റക്ക് ആവണം. എക്സാമ്പിൾ പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിട്ട്, അത് വെച്ചിട്ടുള്ള എക്സാമ്പിൾ പറയാൻ വേണ്ടിട്ട്. പിന്നെ കാണാതെ കൃത്യമായിട്ട് പഠിക്കുന്നേ ഉള്ളൂ മാം. കറക്റ്റ് ആയിട്ട് എന്തൊക്കെയാന്ന് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നെന്ന് മനസ്സിലാക്കുന്നേ ഉള്ളൂ മാം. മീൻസ് ഓർത്ത് വെക്കുന്നേ ഉള്ളൂ മാം, കാണാതെ. ഓക്കെ, എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് ടെൻസ് പഠിക്കുമ്പോൾ മാറും കേട്ടോ. അത് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ബാക്കി ഞാൻ ഓക്കെയാണ്, മനസ്സിലാക്കി പഠിക്കുക. അല്ലെങ്കിൽ ഇൻ ഓൺ ആയിട്ട് ഈ 3 പ്രിപ്പോസിഷൻ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. എക്സാം വൈസ് എല്ലാം ഇമ്പോർട്ടന്റ് എന്ന് പറയാം. നമ്മുടെ ഡേറ്റ് ലൈഫിലാണെങ്കിലും നമ്മൾ മോസ്റ്റ്ലി തെറ്റിക്കുന്ന 3 പ്രപ്പോസിഷൻ ആണ്. അതുകൊണ്ട് മസ്റ്റ് ആയിട്ടും പഠിക്കണം കേട്ടോ എല്ലാവരും. ഓക്കെ, പ്രസീത അത്യാവശ്യം നന്നായിട്ട് തന്നെ പറഞ്ഞു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നിമ്മി പറയൂ. നിമ്മി. Okay, ma'am. A preposition is a word or group of words that related to other words or phrases to each other. Example for the preposition in is place. She lives in Mumbai. Month, we will meet in December. Year, they graduated in 2020. Week, I will see you in the next week. Season, the weather is cool in winter. Morning, I exercise in the morning. Cloth, the design is printed in silk. Space, the small vehicles, she rides in a small car. Then in preposition in on, the example in preposition on, days, I will see in morning. Large vehicles, she traveled in a bus. The example for on, date, we will meet on 24th November. Surface, the book is on the table. Then holidays, she December holiday started at December. The December holiday started at next week. Ma'am.
മാം നിമ്മി, ഓക്കെ മാം പറഞ്ഞു. ക്ലിയർ ആണോ? ആ കുഴപ്പമില്ല മാം. ആ എക്സാമ്പിൾസ് പറയുമ്പോ ചിലത് കൺഫ്യൂഷൻ വന്നു. കുഴപ്പമില്ല, ക്ലിയർ ആണ്. ഓക്കെ നിമ്മി. ഇനി നെക്സ്റ്റ് ആരാ? ആരെങ്കിലും പറയുന്നുണ്ടോ? മാം ഞാൻ പറയാം. പറയുന്നുണ്ടോ? കുറച്ച് ടെൻഷൻ പഠിച്ചത് അല്ലെങ്കിൽ മനസ്സിലായത് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ കുറച്ച് ഞാൻ ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാൻ വേണ്ടി കൂടെ ആണ് കേട്ടോ. അത് വേറെ ഒന്നും അല്ല, മനസ്സിലായത് മാത്രം കൂൾ ആയിട്ട് പ്രസന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ 3 പ്രപ്പോസിഷൻസ് ആണ് പഠിച്ചത്. ഇൻ, ഓൺ, ആൻഡ്. ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലേസ്, മന്ത്, ഇയർ, വീക്ക്, സീസൺ, പിന്നെ മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, എൻക്ലോസ്ഡ് പ്ലേസ്, സ്മോൾ വെഹിക്കിൾസ്, അതിലാണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പഠിച്ച പ്രപ്പോസിഷൻസ് ഓൺ യൂസ് ചെയ്യുന്നത് ഡേയ്സ്, ഡേറ്റ്, ലാർജ് വെഹിക്കിൾസ്, സർഫേസ് ആൻഡ് മീഡിയം, അത് പറഞ്ഞത്. പിന്നെ ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പഠിച്ചത് എറ്റ് ആണ്. എറ്റ് യൂസ് ചെയ്യേണ്ടത് ടൈം, നൈറ്റ് അല്ലെങ്കിൽ മിഡ് നൈറ്റ്, പ്ലേസ്, ഹോളിഡേയ്സ്. നമ്മളൊന്ന് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പോ നമ്മൾ പറഞ്ഞു ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലേസിലാണ്. അപ്പൊ ഐ ആം വർക്കിംഗ് ഇൻ എറണാകുളം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അതിനെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് എറണാകുളത്ത് എവിടെയാണ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ അടുത്ത പ്രപ്പോസിഷൻ, അതായത് അറ്റ് യൂസ് ചെയ്യും. അതെ, ഐ ആം വർക്കിംഗ് അറ്റ് എ കമ്പനി ഇൻ എറണാകുളം. അപ്പൊ നമ്മൾ ഒരു സ്ഥലമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ ഇന്ന് യൂസ് ചെയ്യുക. ആ സ്ഥലത്ത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് എവിടെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് അറ്റ് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ പറയാനിപ്പോ മന്ത് പറഞ്ഞു. മന്ത് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇന്നാണ്. അപ്പൊ നമ്മൾ വി വിൽ മീറ്റ് ഇൻ ജനുവരി, നമുക്ക് ജനുവരിയിൽ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോ ജനുവരിയിൽ എന്നാണ് മീറ്റ് ചെയ്യേണ്ടത്, അവിടെ ഡേറ്റ് ആണ് നമ്മൾ പറയേണ്ടതെങ്കിൽ അപ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് ഓൺ എന്ന പ്രപ്പോസിഷൻ ആണ്. അപ്പോൾ വി വിൽ മീറ്റ് ഓൺ 2nd ജനുവരി. അപ്പൊ ആ ഡേറ്റിനെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ അവിടെ ഓൺ ആണ് യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ അവിടെ വീക്ക് ആണ് പറയുന്നത്, ഡേറ്റ് അല്ലെങ്കിൽ വീക്ക് ആണ് പറയുന്നതെങ്കിൽ നമ്മൾ പറയും വി വിൽ മീറ്റ് ഇൻ സെക്കൻഡ് വീക്ക് ജനുവരി എന്ന് പറയാം. പിന്നെ അടുത്തത് പറയാം, ഇപ്പൊ നമ്മൾ സ്മോൾ വെഹിക്കിൾസ് അത് പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഒരു കാറിലാണ്, അതായത് സ്മോൾ വെഹിക്കിൾസ് ആണ് പറയുന്നതെങ്കിൽ നമ്മൾ അവിടെ ഇന്ന് പറയും. അപ്പൊ ഷീസ് ഇൻ ദി കാർ എന്ന് പറയും. അപ്പൊ അത് ഒരു ലാർജ് വെഹിക്കിൾ ആണെങ്കിൽ അവിടെ ഇന്നിന് പകരം നമ്മൾ ഓൺ യൂസ് ചെയ്യും. ഷീസ് ഓൺ ദ ട്രെയിൻ എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, അവിടെ ഒക്കെ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ദ ക്ലാസ് എൻഡ് ഇൻ ഈവനിങ്, അതായത് ക്ലാസ് വൈകിട്ട് അവസാനിക്കും. അപ്പൊ നമുക്ക് അവിടെ സ്പെസിഫിക് ആയിട്ടുള്ള ടൈം അവിടെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ അവിടെ അറ്റ് എന്നുള്ള പ്രപ്പോസിഷൻ യൂസ് ചെയ്യും. ദ ക്ലാസ് എൻഡ് അറ്റ് 4 PM ഇൻ ദി ഈവനിങ് എന്ന് പറയും. മാം ഇത്രയും നോക്കിയിട്ടുള്ളൂ, പെട്ടെന്നായോണ്ടേ. ഹലോ മാം, പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ടെൻഷൻ ഉള്ളതുകൊണ്ട് കുറച്ച് സ്പീഡ് കൂടുതലാണ്. ഓക്കെ ഓക്കെ ലുബ്ന, ഇപ്പൊ ക്ലിയർ ആണല്ലോ, ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ അല്ലേ? മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ ലുബ്ന? ഡൗട്ട്സ് ഉണ്ടോ? അത് പക്ഷെ നമുക്ക് എക്സാമ്പിൾ ഞാൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ നമുക്ക് കണക്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്യുമ്പോഴേ കുറച്ച് ടെൻഷൻ തെറ്റോ എന്നുള്ളത്. കുറച്ച് ടൈം കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ആലോചിച്ച് എഴുതാനുള്ള ഒരു ഇതുണ്ടായി. പെട്ടെന്ന് എപ്പോഴും നല്ലതല്ലേ? അല്ല, നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ലേ? അത്യാവശ്യം ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്കത് ഓർമ്മയുണ്ട്. ഓക്കെ, അത് മതി കേട്ടോ. അതിൽ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് അഡ്വോക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് എഫോർട്ട് ഇട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും.
ഓക്കെ, അപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾ പഠിക്കുന്നുണ്ട്. നിങ്ങളെ പോലെ അറിയാണ്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ മാക്സിമം ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക, ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാ പറയുന്നേ? എല്ലാവരും പേടിച്ചിരിക്കുക, കാരണം നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പറയൂ. തെറ്റിയാലും കുഴപ്പമില്ല, എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത് ഏകദേശം ഒരു ധാരണ നമുക്ക് ഉണ്ടായാൽ മാത്രം മതി കേട്ടോ. ആരാ പറയുന്നേ? ആരില്ല. ഞാൻ പറയാം. പറയുന്നു. നമ്മൾ പ്രൊപ്പോസിഷനെ പറ്റിയാണ് പഠിച്ചത്. അതിൽ നമുക്ക് ഇൻ എന്ന പ്രൊപ്പോസിഷനെ പറ്റി നോക്കാം. ഇൻ എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ പ്ലേസ്, മന്ത്, ഇയർ, വീക്ക്, സീസൺ, മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, എൻക്ലോസ്ഡ് സ്പേസ്, സ്മോൾ വെഹിക്കിൾസ്, ഇത്രയും സ്ഥലങ്ങളിൽ നമ്മൾ ഇൻ ഉപയോഗിച്ചാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പ്ലേസ് പറയുന്നിടത്താണെങ്കിൽ ഹി ലീവ്സ് ഇൻ ഫ്രാൻസ്, ഹി ലീവ് ഇൻ ട്രിവാൻഡ്രം, ഐ ആം ലീവ് ഇൻ ട്രിവാൻഡ്രം എന്നൊക്കെ നമുക്ക് പറയാം. അതേസമയം മന്ത് പറയുകയാണെങ്കിൽ ഐ ആം ബേൺ ഇൻ ഓഗസ്റ്റ് എന്നൊക്കെ നമുക്ക് ഓഗസ്റ്റ്, സെപ്റ്റംബർ ഇങ്ങനെ ഓരോ മന്ത് എടുത്ത് പറയുന്ന സ്ഥലത്ത് നമുക്ക് ഇൻ ഉപയോഗിക്കാം. ഇയറിന്റെ പറയണമെങ്കിൽ ഐ സ്റ്റഡീഡ് ഇൻ 2026, ഐ ബേൺ ഇൻ 1998 എന്നൊക്കെ നമുക്ക് ഇയർ പറയുന്നിടത്തും നമുക്ക് ഇൻ ഉപയോഗിക്കാം. നെക്സ്റ്റ് വീക്ക് പറയുന്നിടത്ത് ഐ വിൽ മീറ്റ് ഇൻ നെക്സ്റ്റ് വീക്ക് എന്ന എക്സാമ്പിളോട് കൂടി നമുക്ക് വീക്ക് പറയുന്നിടത്തും ഇൻ എന്ന പ്രൊപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് സീസൺ പറയുന്നിടത്തും എക്സാമ്പിൾ വി യൂസ് അംബ്രല്ല ഇൻ റെയിനി സീസൺ, വി വെയർ കോട്ടൺ ക്ലോത്ത്സ് ഇൻ സമ്മർ. ഇൻ സമ്മർ സീസൺ, റെയിനി സീസൺ, ഈ സീസൺ പറയുന്നിടത്തും നമുക്ക് ഇൻ എന്ന പ്രൊപ്പോസിഷൻ ഉപയോഗിക്കാം. നെക്സ്റ്റ് നമ്മൾ മോർണിംഗ്, ആഫ്റ്റർനൂൺ ഈ സ്ഥലങ്ങളിലും ഇതൊക്കെ എഴുത്തം പറയുമ്പോഴും നമുക്ക് ഇൻ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഐ ആം ഗോയിങ് ടു മൈ ഹൗസ് ഇൻ ദ മോർണിംഗ് എന്നും. എൻക്ലോസ്ഡ് സ്പേസിന്റെ അടുത്തും നമുക്ക് ഇൻ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ദ ബോയിൽഡ് റൈസ് ഇൻ ദ ഫ്രിഡ്ജ്. സോറി മാം, അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നു, തെറ്റിപ്പോയേ. ദ പെൻ ഈസ് ഇൻ മൈ പോക്കറ്റ് എന്ന എക്സാമ്പിളോട് കൂടി എൻക്ലോസ്ഡ് സ്പേസ് നമുക്ക് ഉപയോഗിക്കാം. സ്മോൾ വെഹിക്കിൾസിലാണെങ്കിൽ ഐ ആം ഇൻ ദി കാർ എന്ന് നമുക്ക് പറയാം. ഐ ഫോർഗറ്റ് മൈ ഫോൺ ഇൻ ദ ഓട്ടോറിക്ഷ എന്നിടത്ത് നമുക്ക് സ്മോൾ വെഹിക്കിൾസിൽ നമുക്ക് ഇൻ എന്ന പ്രൊപ്പോസിഷൻ ഉപയോഗിച്ച് പറയാം. നെക്സ്റ്റ് ഓൺ എന്ന പ്രൊപ്പോസിഷനാണ് നമ്മൾ പഠിച്ചത്. ഓൺ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഡേയ്സ്, ഡേറ്റ്, ലാർജ് വെഹിക്കിൾ, സർഫേസ്, മീഡിയാസ് എന്ന് ഉദ്ദേശിക്കുന്നത് വാട്സപ്പ്, TV, യൂട്യൂബ് ഒക്കെ നോക്കുമ്പോഴേ അതിനൊക്കെ നമ്മൾ മീഡിയ എന്ന് പറയുന്ന ആ മീഡിയ പറഞ്ഞ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഓൺ ഉപയോഗിക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഐ ആം വാച്ചിങ് ഓൺ TV, യു റീജോയിൻ ഓൺ ടൈം. Next class on the Monday, I am waiting on the train, my book on the table, my office on the first floor. നെക്സ്റ്റ് പ്രൊപ്പോസിഷൻ അറ്റാണ്. അറ്റ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ടൈം, നൈറ്റ് ഓർ മിഡ് നൈറ്റ്, പ്ലേസ്, ഹോളിഡേയ്സ് ഇതൊക്കെ പറയുന്ന സ്ഥലത്ത് നമുക്ക് അറ്റ് എന്ന പ്രൊപ്പോസിഷനും ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഐ ഓൾവേസ് ഗോ ടു സ്കൂൾ അറ്റ് 9 AM. I usually study at the library. നമ്മളൊരു എക്സാക്ട് പ്ലേസിനെ മാത്രം പറയുന്ന സ്ഥലത്ത് നമുക്ക് അറ്റ് ഉപയോഗിക്കാവുന്നതാണ്. നോർമൽ പ്ലേസ് പറയുന്ന സ്ഥലത്ത് നമുക്ക് ഇൻ ഉപയോഗിക്കണം. ആ ഒരു വ്യത്യാസം എല്ലാവരും മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ, ഐ ആം അറ്റ് ഹോം ഇൻ ട്രിവാൻഡ്രം. നമ്മൾ ഇന്ന സ്ഥലത്ത് ഇന്നടത്താണെന്ന് പറയുന്നതിനാണ് അത് വ്യത്യാസമുണ്ട്. അതൊന്നും എല്ലാവരും മനസ്സിലാക്കണം. Next example, my sister looked at the sky. She laughed at me. I often go to bed at midnight.
She was at home. Okay. ഓക്കെ ആൽഫിയ. നെക്സ്റ്റ് ആരാ പറയാ? എല്ലാവരും പറയും. എല്ലാവരും പഠിക്കുന്നുണ്ട്, പഠിച്ചിട്ടുണ്ട് അല്ലെ? പറഞ്ഞാലേ മനസ്സിലാവൂട്ടോ നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. ഓക്കെ, കുറച്ചുകൂടെ നമുക്കത് ഓർക്കാനും പറ്റും, നമ്മളെ അത് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാ പറയുന്നേ? ആരും വേണ്ടുന്നില്ലല്ലോ. ഓക്കെ, ഷംസി പറഞ്ഞാലോ നമുക്ക്? ഷംസി ക്ലാസ്സിലുണ്ടോ? റെസ്പോൺസ്. ഓക്കെ, നെക്സ്റ്റ് ചാര. ബിൻസി. ബിൻസി പറയാം. നമ്മളിപ്പോ 3 പ്രിപ്പോസിഷൻസാ പഠിച്ചത്. ഇന്ന്, ഓൺ, അറ്റ്. ഫസ്റ്റ് വൺ ഇന്ന്. ഇന്ന് എന്ന പ്രിപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യുക പ്ലേസ്, മന്ത്, ഇയർ, വീക്ക്, സീസൺ, അല്ലെങ്കിൽ മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, എൻക്ലോസ്ഡ് സ്പേസ്, സ്മോൾ വെഹിക്കിൾസ്. ഇത്രയും സ്ഥലത്താണ് നമ്മൾ ഇൻ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുക. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഐ ലീവ് ഇൻ കൊല്ലം. ഹി ലീവ് ഇൻ കൊല്ലം. ഐ ലീവ് ഇൻ പട്ടാമ്പി. അങ്ങനെ നമ്മൾ ആ പ്ലേസ് ഏതാന്ന് ജസ്റ്റ് പറയണേ, നമ്മൾ ഏത് പ്ലേസ് ആണ് പറയണേനാണ് നമ്മൾ ഇനി യൂസ് ചെയ്യുക. പക്ഷെ ഇപ്പൊ ഞാൻ ഐ ലീവ് ഇൻ പട്ടാമ്പി എന്ന് പറയും. പക്ഷെ അറ്റ് ഇപ്പൊ നമ്മൾ അറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ, നമ്മൾ കറക്റ്റ് പ്ലേസോ കറക്റ്റ് ടൈമോ പറയുകയാണെങ്കിൽ നമ്മൾ അറ്റ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ പട്ടാമ്പിയിലെ ആമയൂരാണ്, അപ്പോൾ ഐ ആം അറ്റ് ആമയൂർ. അപ്പൊ അവിടെ കറക്റ്റ് പ്ലേസ് പറയുമ്പോൾ അറ്റ് യൂസ് ചെയ്യും. പക്ഷെ നമ്മൾ ജനറൽ ആയിട്ട് അങ്ങനെ പറയുകയാണെങ്കിൽ ഐ ലീവ് ഇൻ പട്ടാമ്പി എന്നാ പറയാ. അപ്പൊ അതാണ് ഒന്ന് ഇന്ന് വെച്ചിട്ട് പറയാനുള്ളത്. പിന്നെ സ്മോൾ വെഹിക്കിൾസ്, നമ്മൾ കാറിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ അത് സ്മോൾ വെഹിക്കിൾ ആണല്ലോ, അപ്പൊ ഇന്ന് യൂസ് ചെയ്യും. പക്ഷെ നമുക്ക് ആ വാഹനത്തിനുള്ളിൽ നടക്കാനും ഒക്കെ ഉള്ള സ്പേസ് ഉണ്ട്, എണീറ്റ് നടക്കുകയൊക്കെ ചെയ്യുമെങ്കിൽ ഇപ്പൊ ബസ്, ട്രെയിന് അതിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുക. ലാർജ് വെഹിക്കിൾസ് വരുമ്പോൾ ഓൺ യൂസ് ചെയ്യും, സ്മോൾ വെഹിക്കിൾസ് വരുമ്പോൾ ഇന്ന് യൂസ് ചെയ്യും. പിന്നെ ഒരു എക്സാമ്പിള്, വി വിൽ മീറ്റ് ഇൻ 2 weeks. അപ്പൊ നമുക്ക് 2 ആഴ്ചക്കുള്ളിലെ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തിലെ നമുക്ക് മീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അപ്പോഴും നമ്മൾ ഡേറ്റ് കറക്റ്റ് ആയിട്ട് പറയണില്ല. നെക്സ്റ്റ് വീക്ക് ഇല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് എന്ന് പറയുമ്പോൾ ഇന്നാണ് യൂസ് ചെയ്യുക. പക്ഷെ നമ്മൾ കറക്റ്റ് ഡേറ്റ് പറയുകയാണെങ്കിൽ വി വിൽ മീറ്റ് ഓൺ 2nd June. നമ്മൾ ജൂണിൽ മീറ്റ് ചെയ്യാന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന് യൂസ് ചെയ്യും. പക്ഷെ ജൂണിൽ 22nd അല്ലെങ്കിൽ 23rd മീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഓൺ യൂസ് ചെയ്യും. അപ്പൊ ഇന്ന് നമ്മൾ യൂസ് ചെയ്യാം പ്ലേസ്, മന്ത്, ഇയർ, വീക്ക്, സീസൺ, മോർണിംഗിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണേനെ, അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ, ഈവനിങ്, സ്മോൾ വെഹിക്കിൾസ്, ഇത്ര ഇതിലും ഇന്നാണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് വൺ ഓൺ ആണ്. ഓൺ നമ്മൾ ഡേയ്സ്, ഏതെങ്കിലും കറക്റ്റ് ഡേ പറയുകയാണെങ്കിൽ ഹി വാഷസ് ഹെർ കാർ ഓൺ സൺഡേ. അവിടെ നമ്മൾ സൺഡേ എന്ന് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, അപ്പോൾ നമ്മൾ ഓൺ യൂസ് ചെയ്യും. പിന്നെ കറക്റ്റ് ഡേറ്റ് പറയുകയാണെങ്കിൽ വി വിൽ മീറ്റ് ഓൺ 22nd June. അപ്പോഴും നമ്മൾ കറക്റ്റ് ഡേറ്റ് പറയുന്നുണ്ട്, അപ്പോൾ നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുക. പിന്നെ ലാർജ് വെഹിക്കിൾസ് ആവുമ്പോൾ ബസ്, ട്രെയിനൊക്കെ ആവുമ്പോൾ നമ്മൾ ഓണാണ് യൂസ് ചെയ്യുക. പിന്നെ സർഫേസ്, ഇപ്പൊ എന്തെങ്കിലും ടേബിളിന്റെ മുകളിൽ അല്ലെങ്കിൽ ചുമരിന്റെ മുകളിൽ അങ്ങനെ പറയുമ്പോൾ ഓണാണ് യൂസ് ചെയ്യുക. ബുക്സ് ആർ ഓൺ ദ ടേബിൾ എന്ന് പറയും. പിന്നെ ഷീ ഈസ് ഓൺ ദ ബസ് എന്ന് പറയും. പിന്നെ ഏതെങ്കിലും ഒരു മീഡിയ, നമ്മൾ യൂട്യൂബ് നോക്കുന്നു അല്ലെങ്കിൽ ഷോർട്സ് കാണുന്നു, ഫോൺ യൂസ് ചെയ്യുന്നു, അങ്ങനെ ഒരു മീഡിയയെ പറ്റിയിട്ടാണ് പറയണമെങ്കിലും നമ്മൾ അവിടെ ഓൺ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഓണിൽ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡേയ്സ്, കറക്റ്റ് ഡേയ്സ് പറയുന്നുണ്ടെങ്കിൽ, കറക്റ്റ് ഡേറ്റ് പറയുന്നുണ്ടെങ്കിൽ, ലാർജ് വെഹിക്കിൾസ് ആണെങ്കിൽ, പിന്നെ എന്തെങ്കിലും സർഫേസ് ആയിട്ട് റൂഫ്, വാള്, ടേബിൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പിന്നെ എന്തെങ്കിലും മീഡിയ, TV, ഫോണ്, അങ്ങനെ എന്തെങ്കിലും ഒരു മീഡിയ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ലാസ്റ്റ് ഇപ്പൊ നമ്മൾ പഠിച്ചത് അറ്റാണ്. അറ്റ് എന്ന പ്രിപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത് കറക്റ്റ് ടൈം
കറക്റ്റ് പ്ലേസ്, പിന്നെ നൈറ്റ്, ഹോളിഡേയ്സ്. ഇപ്പൊ നമ്മള് ക്രിസ്മസ് വെക്കേഷനിൽ കാണാം, ഓണം വെക്കേഷനിൽ കാണാം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അറ്റാ യൂസ് ചെയ്യേണ്ടത്. വി വിൽ മീറ്റ് അറ്റ് ഓണം വെക്കേഷൻ. പക്ഷെ ആ ഓണം വെക്കേഷനിലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രിസ്മസ് ഡേക്ക് കാണാം എന്നാണ് പറയുന്നതെങ്കിൽ അത് ഡിസംബർ 25 അല്ലേ, അപ്പൊ കറക്റ്റ് ഡേറ്റ് അല്ലേ, അപ്പൊ നമ്മൾ ഓണാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ക്രിസ്മസ് വെക്കേഷൻ എന്നാ പറയണതെങ്കിൽ നമ്മൾ അറ്റാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞു പട്ടാമ്പി, ഇപ്പൊ ഐ ആം ലീവിൻ പട്ടാമ്പി എന്ന് പറയുമ്പോൾ ഇന്നാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ അറ്റ് ആമയൂർ, പട്ടാമ്പിയിൽ എവിടെയാണ്? ആമയൂരാണ്. അപ്പൊ നമ്മൾ കറക്റ്റ് പ്ലേസ് പറയണ കാരണം അറ്റാണ് യൂസ് ചെയ്യേണ്ടത്. താങ്ക് യു മാം. ഓക്കെ ബിൻസി. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എല്ലാവരും ഈ 3 പ്രിപ്പോസിഷൻ നന്നായിട്ട് പഠിച്ചിട്ട് വരാൻ. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ. ഓക്കെ, സോ മാം ഒരു ഡൗട്ട് മാം. വി വിൽ മീറ്റ് ഇൻ ദ പാർക്ക് വരുമോ മാം? വി വിൽ മീറ്റ് അറ്റ് ദ പാർക്ക് വരുമോ മാം? ഇവിടെ എക്സാക്ട് പ്ലേസ് പറയുമ്പോൾ അറ്റാണെന്ന് പറഞ്ഞു. നമ്മൾ പാർക്കിൽ മീറ്റ് ചെയ്തു എന്നുള്ളത് അപ്പൊ അറ്റാണ് ഇന്നാണ്. നമുക്ക് രണ്ടും യൂസ് ചെയ്തുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ. പാർക്കിൽ വെച്ച് മീറ്റ് ചെയ്യാം, അതായത് പാർക്കിനുള്ളിൽ വെച്ച് മീറ്റ് ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കാം. അങ്ങനെ ഇന്ന പാർക്ക് പറയാം, അല്ലെങ്കിൽ പാർക്കിൽ മീറ്റ് ചെയ്യാം. ആ ഒരു പ്ലേസ്, എക്സാക്ട് പ്ലേസ് മെൻഷൻ ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇവിടെ അറ്റം യൂസ് ചെയ്യാം. രണ്ടും യൂസ് ചെയ്തുകൊണ്ട് വലിയ മിസ്റ്റേക്സ് ഒന്നും വരാനില്ല കേട്ടോ. ഓക്കെ. സോ സൈനോട്ട് പറയൂ കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് വരാം. ഓക്കെ, സോ who is going to sign out today's class? പറഞ്ഞു ഇംഗ്ലീഷ് പറയാനായിട്ട് ആലോചിച്ചിട്ട് കിട്ടുള്ള മിസ്. താങ്ക് യു ഫോർ ദി ക്ലാസ് അശ്വതി മിസ്. ഓക്കെ, ആൻഡ് ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ ദി ക്ലാസ് അശ്വതി മിസ്. അല്ല, ജോയിൻ ചെയ്ത് പറയണ്ടേ? ഫ്രണ്ട്സ് ആൻഡ് ടീച്ചർ. ശരിയാവണോ മിസ്? ട്രൈ ചെയ്യാം അടുത്ത പ്രാവശ്യം. ട്രൈ ചെയ്ത് നന്നായിട്ട് സൈനോട്ട് പറയണം കേട്ടോ. ഓക്കെ മിസ്. Yes. Okay. So thank you all. See you on next class. Okay. Bye. Thank you ma'am.